സ്റ്റോറിയിലെ ക്ഷണിക്കാം. എല്ലാവർക്കും നമസ്കാരം. സിനിമയുടെ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കരുതൽ. വളരെ മനോഹരമായിട്ടുള്ളൊരു പേര്. എന്തൊക്കെയോ അതിൻ്റെ അകത്തുണ്ട് എന്നൊരു തോന്നി. പല സിനിമകളും ഇപ്പോൾ ഒന്നുമില്ലാതെ തന്നെ ഓടുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഗംഭീരമാവും. അതാണ് ഈ കരുതൽ. ഷൈജു കിണന്തറ ഒരുപാട് വർഷത്തെ എൻ്റെ സുഹൃത്താണ്. ഷൈജുവിനെ കുറിച്ച് ചേച്ചി പറഞ്ഞതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. വൈൽഡ് ഫോട്ടോഗ്രാഫർ തന്നെ ഫോട്ടോസ് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ അയാൾ എന്താണെന്നുള്ളത്. ചിന്തിക്കാൻ പോലും പറ്റാത്ത, നമുക്കൊന്നും ഇതെങ്ങനെ എടുത്തു എന്ന് ഞാൻ പലപ്പോഴും ഷൈജുവിനോട് ചോദിച്ചിട്ടുണ്ട്. അതിന് ദിവസങ്ങളോളം കഷ്ടപ്പെട്ട് ഇരുന്നോടത്ത് തന്നെ ഇത്ര ദിവസങ്ങൾ ഇരുന്നിട്ടൊക്കെ ചില ഫോട്ടോസൊക്കെ എടുത്തിരിക്കുന്നതാണ്. ഭയങ്കരമാണത്. അതൊരു ഇതിൽ 2 പാട്ട് എഴുതുന്നുണ്ട്. എനിക്ക് അതിനേക്കാൾ കൂടുതൽ സന്തോഷം. ഇങ്ങനൊരു കഴിവ് കേൾക്കുന്നുണ്ട്. കഴിവുണ്ടെന്ന് എനിക്കറിയാം. എഴുതാനായിട്ട് കാരണം ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരുപാട്, അല്ലേ? കുറച്ച് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ടി എഴുതണമെങ്കിൽ വേറൊരു മീറ്ററാണ്. അത് കഥയ്ക്കണം, എല്ലാം തന്നെയാണ്. പക്ഷെ അതെനിക്ക് വളരെ സന്തോഷം തോന്നി. പിന്നെ അതൊരു സേവനങ്ങൾക്ക് പരസ്പര സഹായം ചെയ്യാൻ ഒരു സംഘടന തന്നെയുണ്ട് ഇവർക്ക്. എപ്പോൾ വിളിച്ചാലും ഓടിയെത്തുന്ന ഒരു സംഘം ആൾക്കാരുടെ കൂടെയാണ് സൈറ്റിൻ്റെ യാത്ര. നല്ല കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കാനൊക്കെ ഒരു നല്ല മനസ്സ് ശരീരമുണ്ട്. അപ്പം അങ്ങനെ ഒരാൾ എന്നെ ശരീരമാണ് ഈ പരിപാടിക്ക് വിളിക്കുന്നത്. എന്നെ ആരും വിളിച്ചാലും നല്ല കാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ കയ്യിൽ വിളിച്ചു വന്നപ്പോൾ ഞാൻ തീർച്ചയായിട്ടും വരും. പക്ഷെ കുറച്ച് ചിലപ്പോൾ ലേറ്റാകും. കാരണം കഥ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കുറച്ച് നിർത്തിയിട്ടാണ് ഞാൻ പോകുന്നത്. അത് പോയിട്ട് കേൾക്കണം. അപ്പോൾ അത് ഞാൻ പറഞ്ഞപ്പോൾ കുഴപ്പമില്ല. 4 മണിക്ക് ചെന്നാൽ 6 മണിക്ക് പിന്നെ കുറച്ച് ബ്ലോക്ക് കിട്ടി. നമ്മുടെ നാട്ടിൽ പുരോഗമനം നടക്കുന്നുണ്ട്. എല്ലാവർക്കും ബ്ലോക്ക്. അതെല്ലാം നമ്മൾ കാണുന്നതാണ്. എപ്പോൾ എവിടെ എത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഒന്ന് തൃശ്ശൂർ വരെ പോകണമെങ്കിൽ വളരെ നേരത്തെ ഇറങ്ങിയാൽ മറ്റേ തൃശ്ശൂർ സമയത്ത് എത്താൻ പറ്റുള്ളൂ. ബ്ലോക്കെല്ലാം മനസ്സിലാക്കുന്നതാണ്. അപ്പം അതാണ് നമ്മൾ ഈ പറയുന്ന കരുതൽ എന്ന് പറയുന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇതിൽ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രശാന്ത്, ഈ വളരെ ഇഷ്ടപ്പെട്ടതാണ്. കാരണം അഭിനയത്തിൽ ഒരു കള്ളത്തരവും കാണിക്കാത്ത ഒരു ആർട്ടിസ്റ്റ്. ചെയ്ത വേഷങ്ങളെല്ലാം പല വേഷങ്ങൾ ചെയ്യാനുള്ള ഒരു ഫ്യൂച്ചറാണ് പുള്ളിയുടെ രൂപത്തിലുള്ളത്. ഗംഭീരമായിട്ടാണ് എല്ലാ വേഷവും ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ കണ്ടേക്കുന്ന ആദ്യമായിട്ടാണ് തോന്നുന്നത്. ഞങ്ങൾ കണ്ട സാധ്യത. ഇപ്പം ഞാൻ പലരോടും ഇങ്ങനെ പറയാനത്തെ കുറിച്ച് പറയാറുണ്ട്. ഞാൻ അഭിനയിച്ച പടങ്ങളിൽ ഇപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പടത്തിലൊക്കെ നമ്മൾ ഡിസ്കഷൻ വരാനൊക്കെ പറയും. കഥ പറയാനൊക്കെ ചില കാര്യങ്ങളൊക്കെ ഞാൻ ശരിയോട് പ്രശ്നത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രശ്നമാണെങ്കിൽ പകുതി മാർക്ക് ആ ക്യാരക്ടറിൻ്റെ ഫേസിൽ തന്നെ ബാക്കി പകുതി അഭിനയിച്ചാൽ എന്നൊക്കെ പറയുന്നു. പക്ഷെ അങ്ങനെ ഏതൊക്കെയോ ഒന്നിങ്ങനെ പ്രശ്നം അന്വേഷിക്കുന്നുണ്ട്. അതുകൂടി പറയാം. എന്തായാലും അങ്ങനെ ആരും കരുതലിപ്പോൾ വേണ്ട പറയാൻ പറ്റില്ല. സിനിമയാണ്. അതുപോലെ ഇതിൻ്റെ ഡയറക്ടർ ഞാൻ കരുതപ്പെട്ടു. ബേണിയൊക്കെ ഞാനൊക്കെ ബേണി